ഭാരതത്തിലെ ടാറ്റ ഇലക്ട്രോണിക്സും നെതർലൻഡ്സിലെ സാങ്കേതിക ഭീമൻ ASML കമ്പനിയും ഒപ്പുവെച്ച രാജ്യത്തെ ആദ്യത്തെ ഫ്രണ്ട് ആൻഡ് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് കരാർ ചരിത്രപരമെന്ന് വിദഗ്ധർ. ലോകമെമ്പാടും മൈക്രോ ചിപ്പുകളുടെ വൻതോതിലുള്ള ഉൽപ്പാദനത്തിന് ഉപയോഗിക്കുന്ന ലിത്തോഗ്രഫി സാങ്കേതിക വിദ്യയിലെ മുടിചൂടാമന്നന്മാരാണ് ASML. ചൈന കൈക്കലാക്കാൻ ശ്രമിച്ച് പരാജയപ്പെട്ട കാര്യമാണ് ഒരൊറ്റ വിദേശയാത്രയിലൂടെ നരേന്ദ്രമോദി സാധ്യമാക്കിയത്. ഇന്ത്യയിലെ ടാറ്റ ഇലക്ട്രോണിക്സും നെതർലാൻഡ്സിലെ സാങ്കേതിക ഭീമൻ ASML കമ്പനിയും ഒപ്പുവെച്ച ഇന്ത്യയിലെ ആദ്യത്തെ ഫ്രണ്ട് എൻഡ് സെമി കണ്ടക്ടർ ഫാബ്രിക്കേഷൻ പ്ലാന്റ് കരാർ രാജ്യത്തെ അടിമുടി മാറ്റിമറിക്കാൻ പോകുന്നതാണ്. സ്മാർട്ട് ഫോണുകൾ, വാഹനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ മുതൽ പ്രതിരോധ സാങ്കേതിക വിദ്യ വരെ ഇതിനെ ആശ്രയിച്ചിരിക്കുന്നു. കരാറിന്റെ ഭാഗമായി ASML 300 mm വേഫറുകൾ നിർമ്മിക്കാൻ ആവശ്യമായ അത്യാധുനിക ലിതോഗ്രഫി സാങ്കേതിക വിദ്യ ടാറ്റ ഇലക്ട്രോണിക്സിന് നൽകും. നിലവിൽ ഇന്ത്യയിലേക്ക് മൈക്രോ ചിപ്പുകൾ ഇറക്കുമതി ചെയ്യുകയാണ്. പുതിയ കരാറിന്റെ ഭാഗമായി 12 nm ചിപ്പുകൾ നിർമ്മിക്കാൻ ആവശ്യമായ ഉപകരണങ്ങൾ ASML നൽകും. AI സമ്പദ് വ്യവസ്ഥയിൽ ഇന്ത്യയുടെ പങ്ക് സോഫ്റ്റ്വെയർ സേവനങ്ങളുടെയും AI പ്രതിഭകളുടെയും കേന്ദ്രം എന്നതിൽ നിന്ന് AI അടിസ്ഥാന സൗകര്യങ്ങളുടെ ഉടമസ്ഥതയിലേക്ക് മാറുകയാണ് പുതിയ കരാറിലൂടെ. ഇന്ത്യ സുപ്രധാന സെമി കണ്ടക്ടർ നിർമ്മാണ രാഷ്ട്രമാകാനും വിശ്വസ്തമായ ജിയോ പൊളിറ്റിക്കൽ ടെക് പങ്കാളിയാകാനും ഒടുവിൽ AI ഇൻഫ്രാസ്ട്രക്ചർ ശക്തിയാകാനും പുതിയ കരാർ സഹായിക്കും. AI മത്സരത്തിൽ അമേരിക്കയ്ക്കും ചൈനയ്ക്കും തൊട്ടുപിന്നിൽ ഇന്ത്യക്ക് ഇടം നൽകുന്നതാണ് പുതിയ നീക്കം. ലോകത്തിലെ ചിപ്പ് ഡിസൈൻ എഞ്ചിനീയർമാരിൽ ഏകദേശം 20% ഇന്ത്യൻ വംശജരാണ്. അതിനാൽ സെമി കണ്ടക്ടർ ഗവേഷണ വികസന കേന്ദ്രമാകാനുള്ള ശ്രമത്തിൽ ഇന്ത്യക്ക് ഈ പ്രതിഭാശേഖരം ഉപയോഗപ്പെടുത്താം. ഇന്ത്യ ആഗോള AI ഡിജിറ്റൽ സമ്പദ് വ്യവസ്ഥയുടെ നേതാവാകണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പലതവണ വ്യക്തമാക്കിയിട്ടുണ്ട്. AI ഗവേഷണം, സെമി കണ്ടക്ടർ നിർമ്മാണം, ഡിജിറ്റൽ അടിസ്ഥാന സൗകര്യം, അത്യാധുനിക കമ്പ്യൂട്ടിംഗ് എന്നിവയിൽ സർക്കാർ നിരവധി പദ്ധതികൾ പ്രോത്സാഹിപ്പിച്ചു. അടുത്തിടെ ഡൽഹിയിൽ നടന്ന AI സമ്മിറ്റ് ഉൾപ്പെടെ ഈ രംഗത്ത് പ്രധാനമന്ത്രി പുലർത്തുന്ന താൽപര്യത്തിന്റെ സാക്ഷ്യപത്രമാണ്. സെമി കണ്ടക്ടർ നിർമ്മാണം സമ്പദ് വ്യവസ്ഥ വളർത്താനും വിദേശ നിക്ഷേപം ആകർഷിക്കാനും പ്രതിരോധം, ടെലികമ്മ്യൂണിക്കേഷൻസ് തുടങ്ങിയ തന്ത്രപ്രധാന മേഖലകൾക്ക് പിന്തുണ നൽകാനുമുള്ള മാർഗമായി സർക്കാർ കാണുന്നു. അതിലേക്കുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് ASML ടാറ്റ കരാർ. എസ് ശ്രീകാന്ത്, ജനം, ഡൽഹി.